മട്ടന്നൂരിൽ ലീഡ് തിരിച്ചുപിടിച്ച് സനോജ് വോട്ടിന് മുന്നേ വി കെ സനോജ് മുന്നിലാണ്. മട്ടന്നൂരിൽ 557 വോട്ടിന് മാത്രം. 30,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന മട്ടന്നൂരിൽ 60,000 വോട്ട്. അപ്പോ തളിപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം. പക്ഷെ മുഖ്യമന്ത്രി ഇതുവരെ മുന്നിൽ വന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും ധർമ്മടത്തിലാണ് 10,000-ഓടടുക്കുകയാണ്. 9,524 വോട്ടിന് ലീഡ് ചെയ്യുന്നു. മട്ടന്നൂരിൽ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇപ്പോഴും LDF പിന്നിൽ തന്നെയാണ്. 8 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFന്റെ ലീഡ് 6,966 ആണ്. നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ കഴിയും. ഒരു 20 മണ്ഡലങ്ങളുടെ കണക്ക്, 10-28 മണ്ഡലങ്ങളുടെ കണക്ക് വരുമ്പോൾ 1-2 മണ്ഡലം മാത്രമാണ് LDFനൊപ്പം ഉറച്ചു നിൽക്കുന്നത്. വലിയ ആരോപണങ്ങൾ നേരിട്ടു. മുഹമ്മദ് മുഹസിൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. 1961 വോട്ടുകൾക്ക് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. വി കെ സനോജ് മട്ടന്നൂരിലും വലിയ ആരോപണങ്ങൾ നേരിട്ട IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ നോക്കൂ, 7,432 വോട്ടിന്റെ ലീഡിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ തരംഗമാണ്. ഇതൊരു UDF അനുകൂലമായ വലിയ തരംഗം. കുമാർ 5,859 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ MS അരുൺകുമാർ പിന്നീട് തിരികെ വന്നിരിക്കുന്നു. 5,859 വോട്ടുകൾക്ക് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്യുകയാണ് MS അരുൺകുമാർ എന്നത് പ്രധാനമാണ്. മാവേലിക്കര ഒരു ആശ്വാസമാവുകയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും 41 സീറ്റുകൾ മാത്രമാണ് എന്നതാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ തുടരുന്നുണ്ട്. നേമവും ശോഭാ സുരേന്ദ്രന്റെ പാലക്കാടുമാണ് NDAക്ക് അനുകൂലമായി ആ കാവിക്കളത്തിൽ നിറയുന്നത്. 97 സീറ്റുകളുമായി ഇപ്പോഴും മുന്നിലാണ് കോൺഗ്രസ്. പാലക്കാട് 5ാം റൗണ്ട് വോട്ടെണ്ണുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ലീഡ് 1,820 കുറയുന്നുണ്ട്. 2021 5ാം റൗണ്ട് എണ്ണുമ്പോൾ 8,859 വോട്ടിന്റെ ലീഡ് അവിടെ BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ BJP അവിടെ തിരിച്ചടി നേരിടുന്നുണ്ട്. BJP പ്രതീക്ഷിച്ച ലീഡ് പാലക്കാട് കിട്ടിയിട്ടില്ല. 1,820 വോട്ടിന്റെ ലീഡ് മാത്രമാണ് 5ാം റൗണ്ട് എണ്ണുമ്പോൾ. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ 3,884 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ വലിയ അട്ടിമറി. ഏറ്റവും തളിപ്പറമ്പിൽ പോലെ തന്നെ പയ്യന്നൂരിലും വലിയ അട്ടിമറികൾ നമ്മൾ കാണുന്നു. ധർമ്മടത്തെ അട്ടിമറി നമ്മൾ കണ്ടു. ഇപ്പോൾ പയ്യന്നൂരിൽ അട്ടിമറി, തളിപ്പറമ്പിലും അട്ടിമറി. തിരുത്തൽ വിധിയാണ്. ഇതൊരു തിരുത്തൽ വിധിയാണ്. പാർട്ടിയെ തിരുത്തിക്കൊണ്ട് പാർട്ടിയിലെ സഖാക്കൾ തന്നെ മറുപടി നൽകിയിരിക്കുന്ന വിധിയാണത്. തളിപ്പറമ്പിൽ കാണുന്നത്, പയ്യന്നൂരിൽ കാണുന്നത്. പാർട്ടിയിൽ ഏകാധിപത്യം എന്നുള്ള വിമർശനങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ അല്ലെ 4,033 വോട്ടുകളുടെ ഭൂരിപക്ഷം നിലവിൽ പേരാവൂരിലുണ്ട്. കുഞ്ഞികൃഷ്ണൻ കള്ളനല്ല, കരുത്തനെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സൗമ്യനായ ഒരു സഖാവ് നൽകിയിരിക്കുന്ന മറുപടി എത്ര മനോഹരമായ മറുപടിയാണ്. കള്ളനല്ല, കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണൻ.